ഫ്രണ്ട്സ്, നമ്മളൊന്ന് വന്നിരിക്കുന്നത് IOCL അഥവാ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്, ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BA or BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് MSc ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൻ്റെ സ്കീം ഓഫ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ റീസെൻ്റായി ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഇത്തരം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ലഭിക്കും കേട്ടോ. മെമ്പേഴ്സ് ഓൺലി ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ 2 വീഡിയോ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് CSIRൻ്റെ NISTയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് ISRO LPSCയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. ഓഗസ്റ്റ് 14 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലുടനീളമായിട്ട് വിവിധ നമുക്ക് കേരളത്തിലൊക്കെ നമുക്ക് വേക്കൻസി പ്രതീക്ഷിക്കാം. പിന്നെ എക്സാം സെൻറ്ററും നമുക്ക് കേരളത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഇതിലിവിടെ കാണാം നിങ്ങൾക്ക് വിവിധ ഗ്രേഡ് അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രേഡ് A കാണാം, ഗ്രേഡ് നിൽക്കണം A0, ഗ്രേഡ് E0, ഇങ്ങനെ 3 ഗ്രേഡിലാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റിസർവ്ഡ് വേക്കൻസികളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രേഡ് Aയിൽ സിവിലിൽ നിങ്ങൾക്ക് ടോട്ടൽ വേക്കൻസി 62 വേക്കൻസി ഉണ്ട്. പിന്നെ കെമിക്കലിൽ നിങ്ങൾക്ക് 16 വേക്കൻസി, ഇലക്ട്രിക്കലിൽ നിങ്ങൾക്ക് 75 വേക്കൻസി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 32, മെക്കാനിക്കലിൽ 118 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റേഷനിൽ 35 വേക്കൻസി ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT-യിൽ 22 വേക്കൻസി, പിന്നെ ലോയിൽ നിങ്ങൾക്ക് 10 വേക്കൻസി, മാർക്കറ്റിങ്ങിൽ 41 വേക്കൻസി. പിന്നെ ഗ്രേഡ് A0യിൽ നിങ്ങൾക്ക് ക്വാളിറ്റി കൺട്രോൾ കെമിസ്ട്രിയാണോ 9 വേക്കൻസിയാണ്. പിന്നെ അടുത്ത് ഗ്രേഡ് E0 ആണ്. ഇതിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സേഫ്റ്റി, അതിൽ 14, 21, 15 അങ്ങനെ വേക്കൻസികൾ. അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി കാര്യങ്ങൾ കാണാം. പിന്നെ ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് റിസർവ്ഡ് ആയിട്ടുള്ള വേക്കൻസിയാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. അത് പോസ്റ്റ് വൈസ് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് ഈ വേക്കൻസിയുടെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്, പിന്നെ ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെയാണെന്നുള്ള കാണിക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റിക്രൂട്ട്മെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞിട്ട് 14 ഓഗസ്റ്റ് സെയിം നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഓരോ കാറ്റഗറി വൈസ് നമ്മൾ ഇതിൻ്റെ എലിജിബിലിറ്റിയാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ഇൻ ഗ്രേഡ് A കാറ്റഗറിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇതിലേക്ക് ഫുൾ ടൈം ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ റെഗുലറായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ, ഡിഗ്രിയൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഇവിടെ 3 കോളമാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഡൊമൈൻ ഡിസിപ്ലിൻ അല്ലെങ്കിൽ CBT പേപ്പർ എന്നുള്ള രീതിയിലാണ്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ ആൻഡ് മിനിമം മാർക്സ്. മൂന്നാമത്തെ എലിജിബിൾ ഡിസിപ്ലിൻ ആസ് മെൻഷൻഡ് ഓൺ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ ഡിസിപ്ലിൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാമെന്നും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെമിക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, ഈ ഒരു ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം നമുക്ക് ജനറൽ EWS OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എല്ലാ പോസ്റ്റിലേക്കും, ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇനി പറയാൻ പോകുന്ന പോസ്റ്റിലേക്കും ജനറൽ EWS OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 65% മിനിമം 65% അതിന് മുകളിലോ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിൽ. ഇനി SC ST അതുപോലെ ഡിസബിലിറ്റി ഉള്ളത് PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% അതിന് മുകളിലോ ഉണ്ടായാൽ മതി. മിനിമം 55% മാർക്ക് ഉണ്ടായാൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ കെമിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി, അതുപോലെ കെമിക്കൽ ആൻഡ് ബയോ കെമിക്കൽ നിൽക്കൂടെ കാണാം. അങ്ങനെ വിവിധ കെമിക്കലുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഡിസിപ്ലിനിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BE or BTech അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നിശ്ചിത മാർക്കിൽ പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെമിക്കലിലേക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് സിവിലാണ്. നിങ്ങൾക്ക് BE or BTech അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ തന്നെയാണ്, പെർസെൻറ്റേജ് ഒക്കെ സെയിം ആണ് വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സിവിലുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഡിസിപ്ലിൻ നോക്കാം. ഈ ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് BE or BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT-യിലേക്ക് നിങ്ങൾക്ക് BE or BTech എന്നാണ് വേണ്ടത്. ഈ പറയുന്ന കമ്പ്യൂട്ടർ ഇതാ നിങ്ങൾക്ക് കാണാം. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ W വരെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കമ്പ്യൂട്ടറിലേക്ക്. ഇനി അടുത്തത് ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിൽ നിങ്ങൾക്ക് ഇതായി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അടുത്ത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BE or BTech ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനുണ്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഇവിടെ പെർസെൻറ്റേജ് നിർബന്ധമാണ് കേട്ടോ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞു. ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിലേക്ക് BE or BTech ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന
നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രേഡ് എ ഓഫീസർ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇതിലേക്ക് 2 ഇയർ ഡ്യൂറേഷനുള്ള റെഗുലർ ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ MBA ആണ്. MBA മാർക്കറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് MBA മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനോടുകൂടി MBA കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന MBA മാർക്കറ്റിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് MBA തന്നെ നിർബന്ധമൊന്നുമില്ല. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സ്പെഷ്യലൈസേഷൻ മാർക്കറ്റിംഗ് ആയിരിക്കണം എന്നുള്ളതാണ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾക്ക് ഓഫീസർ ലോ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രേഡ് എ വരുന്നതാണ്. ഇതിലേക്ക് ഫുൾ ടൈം റെഗുലർ ക്വാളിഫിക്കേഷൻ തന്നെയാണ് വേണ്ടത്. അതായത് ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും പ്ലസ് LLB ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനിയല്ല ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി പ്ലസ് LLB അങ്ങനെ പഠിച്ച് 5 വർഷം പഠിച്ചവർ ആ രീതിയിൽ പഠിച്ചവരാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡിഗ്രി പ്ലസ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പ്ലസ് LLB ആണെങ്കിൽ നിങ്ങൾ ജനറൽ EWS OBC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡിഗ്രിയിൽ അവർക്ക് 60% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം, LLBയിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ജനറൽ EWS OBC NCL ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് പഠിക്കുന്നതുകൊണ്ട് അവർക്ക് 60% മാർക്ക് അവർ ഫൈനൽ കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഇനി SC ആണെങ്കിൽ അവർക്ക് 55 മതി കേട്ടോ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അസിസ്റ്റൻറ്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസറാണ്. ഇതിൽ റെഗുലറായിട്ട് പഠിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ക്വാളിറ്റി കൺട്രോളിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. അത് MSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ജനറൽ EWS OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 60% മാർക്ക് മതി. SC ST ആണെങ്കിൽ അവർക്ക് PWD ഡിസബിലിറ്റി വിദ്യാർത്ഥികളാണ് 55% മതി. അപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രി ഇൻഓർഗാനിക് കെമിസ്ട്രി ഇതുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ അപ്ലൈ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഗ്രേഡ് E0 ആണ്. ഇതിലേക്ക് ഫുൾ ടൈം റെഗുലർ ഡിഗ്രി ഡിപ്ലോമയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇലക്ട്രിക്കലിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കലിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ, അത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സോ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റമോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ 3 ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ലാറ്ററൽ എൻട്രിയിലൂടെ, അതായത് +2 ഒക്കെ കഴിഞ്ഞ് +2 സയൻസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ITI കഴിഞ്ഞിട്ടോ നിങ്ങൾ 2 ഇയർ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ ലാറ്ററൽ എൻട്രിയിലൂടെ നിങ്ങൾ കയറിയവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പെർസെൻറ്റേജ് ഇവിടെ ബാധകമാണ്. മിനിമം ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 65% മിനിമം ഉണ്ടായിരിക്കണം. ഇതിന് SC ST PWD ഡിസബിലിറ്റി ഉള്ളവരെങ്കിൽ 10% റിലാക്സേഷൻ്റെ 55% മതി എന്നുള്ളതാണ്. അടുത്ത മെക്കാനിക്കലിലേക്ക് 3 ഇയർ ഡ്യൂറേഷണൽ ഡിപ്ലോമ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. സേഫ്റ്റിയിലേക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഡിപ്ലോമ കണ്ടോ, ഈ പറയുന്ന ഏതെങ്കിലും ഡിപ്ലോമ ഇത്രയും ഉണ്ട് കേട്ടോ അതിൽ. ഓക്കെ. ഇതിൽ കാണാൻ നിങ്ങൾക്ക് ഇത്രയും ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിപ്ലോമ മതി. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പ്ലസ് അപ്ലൈ ചെയ്യാൻ അത് മാത്രം പോരാ, പ്ലസ് അതിൻ്റെ കൂടെ ആ ഡിപ്ലോമയ്ക്ക് പുറമെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലുള്ള, അതായത് മിനിമം 1 വർഷം ഡ്യൂറേഷനുള്ള ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലുള്ള ഡിപ്ലോമയും നിങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഡിപ്ലോമ മാത്രം വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല സേഫ്റ്റിയിലേക്ക്. അപ്പോൾ സേഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഇവിടെ ഈ 3ാമത്തെ കോളത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ലാറ്ററലിലൂടെ ഡിപ്ലോമ നിങ്ങൾ നേടിയിരിക്കണം എന്നുള്ളതാണ്. പ്ലസ് അഡീഷണലായിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ മിനിമം 1 ഇയർ ഡ്യൂറേഷനുള്ള, അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡ്യൂറേഷനുള്ള ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലുള്ള ഡിപ്ലോമയും നിങ്ങൾ നേടിയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന സേഫ്റ്റിയിലേക്ക് ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഹസഡസ് ആയുള്ള ഇൻഡസ്ട്രി, അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രിട്ടിക്കൽ സേഫ്റ്റി റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓപ്പറേഷനൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന സേഫ്റ്റി പോസ്റ്റിലേക്ക് അവരെ പരിഗണിക്കില്ല കേട്ടോ. സേഫ്റ്റി പോസ്റ്റിലേക്ക് ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾ PWD കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഇത്രയാണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഗ്രേഡ് എയിലേക്ക്, അതായത് BE or BTech ഒക്കെ ക്വാളിഫിക്കേഷനായി വിളിച്ച പോസ്റ്റുകളുണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഗ്രേഡ് എയിലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയോ, അതായത് ME or MTech നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണ്, അതായത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിട്ടോ അല്ലെങ്കിൽ ഡുവൽ ഡിഗ്രി. അപ്പോൾ നിങ്ങൾ ചില വിദ്യാർത്ഥികൾ ആ രീതിയിൽ ആ ഒരു സ്കീമിലൊക്കെ പഠിക്കുന്നവരുണ്ടാവും, ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കുന്നവരുണ്ടാവും,
അല്ലെങ്കിൽ ഡുവൽ ഡിഗ്രി. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി ഒരു സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക, ഡിഗ്രിക്ക് വേറെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അതുപോലെ ഡുവൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബി ഓർ ബി ടെക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, അതുപോലെ എം ഓർ എം ടെക് എന്നുള്ള ലെവലിൽ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ രീതിയിലാണ് ഡുവൽ ഡിഗ്രി എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന രണ്ട് രീതിയിലാണെങ്കിലും രണ്ട് സ്കീമിലാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളിതിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ എലിജിബിൾ ആണ്. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്നപ്പം ഈ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന ബി ഓർ ബി ടെക് അതുപോലെ എം ഓർ എം ടെക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ് 30 സെപ്റ്റംബർ എന്ന് പറയുന്ന 2026 30 സെപ്റ്റംബറിലേക്ക് എം ഓർ എം ടെക്കിൻ്റെ ഫൈനൽ സർട്ടിഫിക്കറ്റും വേണം, അതുപോലെ ബി ഓർ ബി ടെക്കിൻ്റെ ഫൈനൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന അതത് ഡിസിപ്ലിനിൽ നിങ്ങൾ ഡുവൽ ഡിഗ്രി ലെവലിൽ ബി ഓർ ബി ടെക് പ്ലസ് എം ഓർ എം ടെക് എന്നുള്ള ലെവലിൽ നിങ്ങൾ 2 ഡിഗ്രി ആയിട്ട് നിങ്ങൾ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് ഷീറ്റ് മിനിമം, അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് കണ്ടുപിടാൻ നിങ്ങൾക്ക് 30 സെപ്റ്റംബർ 2026 എന്ന് പറയുന്ന ഈ ഡേറ്റിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ് നിങ്ങളടുത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവർ എങ്ങനെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും നിങ്ങൾക്ക്. ഇപ്പോൾ ഡുവൽ ഡിഗ്രി അതായത് ബി ഓർ ബി ടെക്, അതായത് ഇവിടെ പറയുന്നുണ്ട് ബി ഓർ ബി ടെക് പ്ലസ് എന്താണ് എം ഓർ എം ടെക് എന്നുള്ള ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പഠിച്ചവരാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ബി ഓർ ബി ടെക്കിൻ്റെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് മാത്രമേ കണക്കാക്കുള്ളൂ. ഇപ്പോൾ 65% എന്ന് പറഞ്ഞല്ലേ, അപ്പോൾ 65% നമ്മൾ കണക്കാക്കുന്നത് ബി ഓർ ബി ടെക്കിൻ്റെ മാർക്ക് എടുത്തിട്ടായിരിക്കും. എം ഓർ എം ടെക്കിൻ്റെത് അവിടെ പരിഗണിക്കില്ല. എന്നാൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരുടെ എം ഓർ എം ടെക് അവർക്ക് ആ ഒരു എൻഡിലാണ് അവർക്ക് മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ എൻഡിൽ അത്രയും നമ്മൾ എത്ര സെമസ്റ്റർ പഠിച്ചു വെച്ചാൽ ആ ഫൈനൽ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഓവറോൾ എം ഓർ എം ടെക്കിൻ്റെ മാർക്ക് അതിൽ അല്ലെങ്കിൽ CGP എന്തായാലും അതിൽ കാണിക്കും. അപ്പോൾ അത് നമുക്ക് എന്തുണ്ടായിരിക്കണം, ഈ പറയുന്ന 65% എന്നുള്ളത് നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതല്ലാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഇങ്ങനെ ഈ ഒരു സ്കീമിൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കുക. ബി ഓർ ബി ടെക് എന്നുള്ള രീതിയിൽ ഡുവൽ ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബി ഓർ ബി ടെക്കിൻ്റെ മാർക്ക് മാത്രം അവിടെ നിങ്ങളെന്താണ് ഇവർ പറഞ്ഞൊരു കട്ട് ഓഫ് ഉണ്ടല്ലോ 65% എന്നുള്ളത്, അത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അവിടെ എം ഓർ എം ടെക് കൂടുതലുണ്ടായിട്ടോ ബി ഓർ ബി ടെക്കിന് കുറവാണ്, നിങ്ങൾക്ക് എം ഓർ എം ടെക്കിന് കൂടുതലുണ്ടായിട്ട് കാര്യമില്ല. എന്നാൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എം ഓർ എം ടെക്കിൻ്റെ അതായത് ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ഓവറോൾ മാർക്കാണ് നോക്കുക കേട്ടോ, പെർസെൻറ്റേജ്. അപ്പോൾ അത് കൂട്ടി നിങ്ങൾക്ക് 65% ഉണ്ടായിരിക്കണം എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഡിപ്ലോമ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, അതായത് ഗ്രേഡ് E0ലേക്ക്, അതായത് സാൻഡ്വിച്ച് ഡിപ്ലോമ കോഴ്സ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അവരെയും പരിഗണിക്കുന്നുണ്ട് കേട്ടോ അപ്ലൈ ചെയ്യുന്നതിൽ. അതായത് സാൻഡ്വിച്ച് ഡിപ്ലോമ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആസ് എ പാർട്ട് ഓഫ് ദി കോഴ്സ് വിത്ത് നോ ബ്രേക്ക്, അതായത് കോഴ്സിൽ നമുക്ക് ബ്രേക്ക് ഒന്നുമില്ലാതെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും കൂടെ ലഭിക്കുന്നതാണ് സാൻഡ്വിച്ച് ഡിപ്ലോമ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. പിന്നെ ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ, അതായത് +2 സയൻസ് പഠിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ITI കഴിഞ്ഞിട്ടോ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ ഡിപ്ലോമ എടുത്ത് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെയും ഇതിലേക്ക് പരിഗണിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോസ്റ്റ്, അതായത് ഗ്രേഡ് E0 ഉണ്ടല്ലോ, ഡിപ്ലോമ വെച്ച് അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഡിപ്ലോമ വെച്ച് അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ അപേക്ഷാ ഫീസൊക്കെ ഇതിൽ വരുന്നുണ്ട്, വെറുതെ ക്യാഷ് കളയരുത്, നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കുറച്ച് കണ്ടീഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രേഡ് E0 എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഡിപ്ലോമയാണ് അതിൻ്റെ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് അതിൻ്റെ യോഗ്യത. അപ്പോൾ അതിനും ഡിപ്ലോമ നിങ്ങൾ നേടിയതിന് ശേഷം നിങ്ങൾ BE അല്ലെങ്കിൽ BTech അതല്ലെങ്കിൽ MBA അല്ലെങ്കിൽ CA അല്ലെങ്കിൽ CS അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ PhD പോലെയുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്ക് ഡിപ്ലോമ ഉണ്ട്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ ഇലക്ട്രിക്കൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ഞാൻ BE അല്ലെങ്കിൽ BTech ഒക്കെ ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ME or MTech ഒക്കെ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് ഈ ഡിപ്ലോമ വൈസ് ഞാൻ നോക്കുമ്പോൾ ഞാൻ എലിജിബിൾ ആണ്. പക്ഷേ എനിക്ക് ഈ പറയുന്ന BE or BTech ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട്, ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് എനിക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, നമ്മൾ എലിജിബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന തന്നെ ആയിക്കോളും നിർബന്ധമല്ല. അത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിപ്ലോമ നേടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഡിപ്ലോമ നേടിയതിന് ശേഷം ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഗ്രേഡ് E0ലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ. ഡിപ്ലോമ വെച്ച് അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, അതായത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ലാത്ത, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഞാൻ BA ഇംഗ്ലീഷ് ഞാൻ ചെയ്തു, BA ഇംഗ്ലീഷ്. അപ്പോൾ
എനിക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതായത് അങ്ങനെ ആർട്സ് സബ്ജക്റ്റുകളോ മറ്റേതെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്ത് വെച്ചൊരു കുഴപ്പമില്ല. പക്ഷേ ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനായുള്ള ഇത്തരം ക്വാളിഫിക്കേഷൻ നമ്മൾ നേടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഈ പറയുന്ന അതർ ദാൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടിയിരിക്കാൻ പാടില്ല എന്നുള്ളത് ആ പോസ്റ്റിലേക്ക് മാത്രം ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി അപ്പർ ഏജ് ലിമിറ്റ് കാര്യങ്ങളുണ്ട്. അതായത് ഇതിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റ് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ഗ്രേഡ് എയിലേക്ക് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ എഞ്ചിനീയറിംഗ് E0ലേക്ക് 26 അതുപോലെ മാർക്കറ്റിംഗ് ഗ്രേഡ് എയിലേക്ക് 28 ദെൻ ലോ ഓഫീസർ 30 ദെൻ അസിസ്റ്റൻറ്റ് ക്വാളിറ്റി ഓഫീസർ 30 ഈ പറയുന്ന ലോ ഓഫീസറും അസിസ്റ്റൻറ്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസറും ഈ 2 കാറ്റഗറി പോസ്റ്റിന് 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ബാക്കി ഈ പറയുന്ന ആദ്യത്തെ 3 കാറ്റഗറി പോസ്റ്റ് ഉണ്ടല്ലോ, ഇതിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരു എക്സ്പീരിയൻസിൻ്റെയും ആവശ്യമില്ല. ഇനി റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC ആണെങ്കിൽ എത്ര ഉണ്ട്, ജനറൽ ആണെങ്കിൽ ഇപ്പോൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് ഓഫീസർ മാർക്കറ്റിംഗ് ഓരോന്നിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷമാണ് ഉണ്ടാകുക കേട്ടോ, 3 വർഷം. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ എക്സേഷനും ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ ഉണ്ടാവും. ഇനി വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ലോ ഓഫീസറിന് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ പോസ്റ്റായിട്ടുള്ള അസിസ്റ്റൻറ്റ് ക്വാളിറ്റി കൺട്രോൾ, ഇതിലും മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഓക്കെ, ബാക്കിയുള്ള പോസ്റ്റിനൊന്നും എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 14/8/2026 അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് 3/9/2026 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് 15/9/2026 എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്നത് 24/9/2026 എക്സാം നടക്കുക. ഏകദേശ ഡേറ്റുകളാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് OBC അതുപോലെ EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ 1/4/2026 എന്ന് പറയുന്ന ഡേറ്റിനോ അതിനുശേഷം എടുത്ത വാലിഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിരിക്കണം കേട്ടോ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഇനി സെലക്ഷൻ ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സിൽ ഒന്ന് CBT ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് ടാസ്ക് ഉണ്ടാവും, പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ കമ്പ്യൂട്ടർ ബേസിൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് അതുപോലെ ലോജിക്കൽ അതുപോലെ വെർബൽ എബിലിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതൊക്കെയാണ് വരിക. അപ്പോൾ 20, 15 വെച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് ഡൊമൈൻ നോളജാണ് സെക്കൻഡ് പാർട്ട്, സെക്ഷൻ B വരിക. ഡൊമൈൻ നോളജ് പറഞ്ഞാൽ നിങ്ങളുടെ ഏതാണോ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ, ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് ഇതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ, അപ്പോൾ ഡിസിപ്ലിൻ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ പറഞ്ഞില്ല, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് ഫസ്റ്റ് കോളത്തിൽ പറഞ്ഞില്ല, അതാണ് അതിൻ്റെ ഡൊമൈൻ. അപ്പോൾ അത് ഇപ്പോൾ ഇലക്ട്രിക്കലാണോ അല്ലെങ്കിൽ സിവിലാണോ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഒന്ന് ശരിയായാൽ 1 മാർക്ക്, തെറ്റായാൽ 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കുന്നതാണ്, അത് ശ്രദ്ധിക്കണം. എക്സാം സെൻറ്റർ നമുക്ക് കേരളത്തിലൊക്കെ ഉണ്ട്, എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം ഉണ്ട്, പിന്നെ തമിഴ്നാട് തിരുച്ചിറപ്പള്ളി, കോയമ്പത്തൂർ, ചെന്നൈ, ബാംഗ്ലൂരൊക്കെ ഉണ്ട് കേട്ടോ, കർണാടക ഒക്കെ ആയിട്ട് വിവിധ സ്റ്റേറ്റുകളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പം കണ്ടത് മാർക്ക് ഇതാണ്, കേരളത്തിൽ വേറെ സ്ഥലം കണ്ടിട്ടില്ല, നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് സെൻറ്റർ കൊടുക്കുക. അപ്ലിക്കേഷൻ പ്രോസസ്സ് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. പിന്നെ സിഗ്നേച്ചർ നമ്മൾ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ടായിരിക്കണം, വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അത് തമ്പിൻ്റെ ഇംപ്രഷൻ ലെഫ്റ്റ് ഇടത്ത് തള്ളവരിൽ നമ്മളൊരു പേപ്പറിലാക്കിയിട്ട് അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു തരും. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യുന്നതിൽ അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഡയമെൻഷന്, അതിൻ്റെ ലൈറ്റ് കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്, നല്ലതാണ്. അതുപോലെ 200x230 പിക്സൽ ഡയമെൻഷൻ, അതുപോലെ 20 to 50 KB ഫയൽ സൈസ്. അതുപോലെ ഫോട്ടോഗ്രാഫ് നമ്മളൊന്ന് പാസ്പോർട്ട് സൈസ് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്നത് കൂടാതെ ലൈവായിട്ട് നമ്മളൊരു ഫോട്ടോ എന്ത് ചെയ്യണം, അതിലേക്ക് ആഡ് ചെയ്യണം. നിങ്ങളുടെ ഫോൺ ക്യാം ഉപയോഗിച്ചിട്ട്, നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാം ഉപയോഗിച്ചിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ഒക്കെ ഭാഗം ഉൾപ്പെടുന്ന ഒരു അപ്പർ അതായത് താഴേക്ക് പോരുത്, അപ്പോൾ ചെസ്റ്റിൻ്റെ ആ ഒരു മേൽഭാഗമൊക്കെ ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കില്ല, അതേപോലെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈവായിട്ടൊരു ഫോട്ടോ പകർത്തി അതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട്. പിന്നെ നല്ല ലൈറ്റിൽ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും മോശമല്ലാത്ത രീതിയിലൊക്കെ ആക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ബ്ലാക്കിങ് ഇത് സിഗ്നേച്ചറാണ്. സിഗ്നേച്ചറിൻ്റെത് ബ്ലാക്കിങ് പേന കൊണ്ട് 150x60 പിക്സലായിരിക്കണം, 10 to 20 KB ഫയൽ സൈസ് ആയിരിക്കണം. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ 250x250, 20 to 50 KB ഫയൽ സൈസ് ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പിന്നെ അപേക്ഷാ ഫീസ് നല്ല എമൗണ്ട് വരുന്നുണ്ട്, 1000 രൂപയാണ് വരുന്നത്, പ്ലസ് GST ഉണ്ടായിരിക്കും. എന്നാൽ SC/ST ഡിസബിലിറ്റി ഉള്ള PWBD കാൻഡിഡേറ്റ്സ് ഒക്കെ ഇവർക്ക് യാതൊരു ഫീസും ഇല്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എററൊന്നും ഇല്ലാതെ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ അപ്ലൈ ചെയ്യുക കേട്ടോ. കാരണം ഇത്രയും വലിയൊരു എക്സാം ഫീ ഒക്കെ കൊടുത്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിന്നീട്
എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, നമ്മുടെ കാൻഡിഡേറ്റ്സൊക്കെ റിജക്റ്റ് ആയി പോകും. പിന്നെ ഇതിലേക്ക് പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും, ഇതിൻ്റെ ഏത് യൂണിറ്റിൽ വേണമെങ്കിലും, ഏത് പ്ലാന്റിൽ വേണമെങ്കിലും, ഡിപ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിലും, ഡിവിഷനിൽ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന പ്ലേസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ട് നമുക്ക് സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ റെമ്യൂണറേഷൻ, അതായത് പേ സ്കെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഗ്രേഡ് എയിൽ ഇനീഷ്യൽ ബേസിക് പേ 50,000 ആണ്, പേ സ്കെയിൽ 50 to 1,60,000 ആണ്. അപ്രോക്സിമേറ്റ് CTC ഇവിടെ കൊടുത്തിട്ടുണ്ട് 18.4 ലക്ഷം. അപ്പോൾ നമുക്ക് 1 ലക്ഷത്തിൻ്റെ മുകളിൽ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ A0ലേക്ക് 40,000 ഇനീഷ്യൽ പേ, ദെൻ 40 to 140 വരെ വരും. ഓക്കെ, 14 ലക്ഷം. ഇത് നമുക്ക് 1 ലക്ഷത്തിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ E0 കണ്ടോ 30,000 to 1,20,000. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല പേ സ്കെയിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അഡീഷണലി ഒട്ടനവധി അലവൻസ്, DHR തുടങ്ങിയിട്ട് ഒട്ടനവധി അലവൻസും കാര്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരുപാട് നിങ്ങൾക്ക് അവിടെ പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ്, ഒരുപാട് എന്താ പറയുക അലവൻസ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ക്ലോസ് ചെയ്യുന്നു നമ്മുടെ നോട്ടിഫിക്കേഷൻ. യെസ്, ഇനി നമ്മൾ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. ടോട്ടൽ 470 പോസ്റ്റാണ്. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കണൊക്കെ ഉണ്ട്, ഇതിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, മറ്റ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഏറ്റവും താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരിക. ഇതിൻ്റെ സിലബസും തരാം കേട്ടോ. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുണ്ട്. ഈ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ പോർട്ടൽ, റിക്രൂട്ട്മെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അഡ്വർടൈസിംഗ് നമ്പർ, ഇന്ത്യൻ ഓയിലിൻ്റെ ആ ഒരു എന്താണ് ലോഗോ ഒക്കെ കാണാം. ഇവിടെ റൈറ്റ് സൈഡ് കോർണറിൽ ഇവിടെ കാണാം ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽ, അതായത് പേര്, പിന്നെ മൊബൈൽ നമ്പർ, ഇതൊക്കെ കറക്റ്റ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് OTP ഒക്കെ വെച്ച് വെരിഫൈ ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ദെൻ പ്രിവ്യൂ, പിന്നെ നമ്മുടെ മറ്റു എന്താ പറയുക തമ്പ് ഇംപ്രഷനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ദെൻ ലാസ്റ്റ് പേയ്മെൻറ്റ്. ഇതിങ്ങനെ ചെയ്ത് പോയാൽ ഇത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ സിലബസ് ആണ്. സിലബസ് താഴോട്ട് വീണ്ടും നീക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് സിലബസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോർ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, അതെല്ലാ പോസ്റ്റിലേക്കും നമ്മൾ ഫസ്റ്റ് സെക്ഷൻ A എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ എൻ്റെ സ്കീം. അപ്പോൾ സെക്ഷൻ Aയിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ അതെല്ലാ പോസ്റ്റിനും സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സിലബസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ ആയി വരും, കണ്ടോ, ഇതാണ്. ഓക്കെ, ഇതെല്ലാ പോസ്റ്റിനും സെയിം ആണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ എല്ലാ പോസ്റ്റിലുള്ളവരും ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്കിവിടെ കാണാം, അതുപോലെ തന്നെ റീസണിങ്ങിൻ്റെ. അപ്പോൾ അതിൽ നിങ്ങൾ ഏതൊക്കെയാണ് ആ ഒരു ഏരിയ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് പറ്റുന്ന ബുക്സ് ഞാൻ എന്ത് ചെയ്യുക, നമ്മളിവിടെ ടാഗ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അടുത്തത് ഓരോ ഗ്രേഡ് എയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഡൊമൈൻ നോളജ്, ഗ്രേഡ് A0യിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കുള്ള ഡൊമൈൻ നോളജ്, ഗ്രേഡ് E0യിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഡൊമൈൻ നോളജ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഗ്രേഡ് എയിലേക്ക് BR/BTech വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡൊമൈൻ നോളജ് അതിൽ ക്ലിക്ക് ചെയ്യുക, ആ സിലബസ്. അപ്പോൾ അതിൽ നമുക്കിതാ ഇവിടെ കാണാം എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ കെമിക്കലിൻ്റെതാണ് ആദ്യം വന്നത്, അത് ഓരോന്നും ഇവിടെ ഉണ്ട്. അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രിക്കലിൻ്റെ സിലബസ്, അതിലേതൊക്കെ ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എടുത്ത് നോക്കാം. വേറെ എവിടെയും നിങ്ങൾ പോയി നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ നല്ലൊരു ബുക്ക് ഇതിന് സ്യൂട്ടബിൾ ആകുന്ന ബുക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം. താങ്ക് യു.